ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ ചിരിക്കുന്നത് നവകേരള സദസ്സിൽ നൽകിയ ഒരു പരാതിയും അതിൻ്റെ പരിഹാരവുമാണ്. വീട് നന്നാക്കാൻ കേരള ബാങ്കിൻ്റെ ശാഖയിൽ നിന്നെടുത്ത വായ്പയിൽ ഇളവ് തേടി പരാതി നൽകിയ ആൾക്ക് ലഭിച്ച അറിയിപ്പാണ് കോമഡിയായി മാറ്റി കൊട്ടിഘോഷിക്കുന്നത്. 4 ലക്ഷം രൂപയുടെ വായ്പയിൽ ഇളവ് തേടി അപേക്ഷ നൽകിയ ആൾക്ക് 515 രൂപ ഇളവ് ചെയ്തു എന്ന അറിയിപ്പാണ് ലഭിച്ചത്. കണ്ണൂർ കിളിയന്തറ സ്വദേശിയാണ് ഒരു ദിവസം പണിയും കളഞ്ഞ് വണ്ടിക്കൂലി മുടക്കി നവകേരള സദസ്സിലെത്തി പരാതി നൽകിയപ്പോൾ ലഭിച്ച ഇളവ് കേട്ട് ഞെട്ടിയത്. അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് സൈബർ പോരാളികൾ അലക്കം തുടങ്ങി. പ്രതിപക്ഷ നിരയിലെ യുവ നേതാക്കൾ ഈ പരിഹാസം ഏറ്റെടുത്ത് ആഘോഷവും തുടങ്ങി. നവകേരള സദസ്സിന് മുൻപാകെ സമർപ്പിച്ച പരാതി തീർപ്പാക്കാനാണ് ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിൻറ്റ് രജിസ്ട്രാർ അപേക്ഷകന് നോട്ടീസ് നൽകിയത്. കേരള ബാങ്കിൻ്റെ ഇരട്ടി ശാഖയിൽ നിന്നാണ് ഇദ്ദേഹം 3,97,731 രൂപ വായ്പ എടുത്തിരുന്നത്. ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടായിരുന്നു അപേക്ഷ നൽകിയത്. അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വായ്പയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചാണ് ജോയിൻറ്റ് രജിസ്ട്രാർ നോട്ടീസ് അയച്ചത്. ആകെ അടയ്ക്കേണ്ട തുകയിൽ 515 രൂപ ഇളവ് അനുവദിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ പറയുന്നു. ബാക്കി 3,97,216 രൂപ ബന്ധപ്പെട്ട ശാഖയിൽ ഈ മാസം 31-ാം തീയതിക്ക് മുൻപായി അടച്ച് വായ്പാ കണക്ക് തീർപ്പാക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നോട്ടീസും പൊക്കിപ്പിടിച്ചാണ് നവകേരള സദസ്സിൻ്റെ കാര്യക്ഷമത ഇത്രത്തോളമേയുള്ളൂവെന്ന് പരിഹസിച്ചുകൊണ്ട് യൂത്ത് നേതാക്കൾ രംഗത്തെത്തിയത്. 515 രൂപയുടെ ഇളവ് ലഭിച്ചില്ലേ, ഇനി ബാക്കി 3,97,216 രൂപ കൂടി അടച്ചാൽ പോരെ എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പരിഹസിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒട്ടും കുറച്ചില്ല. അയാളുടെ പരിഹാസം ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിയുടെ ആഡംബര സദസ്സിൽ 3,97,731 രൂപയുടെ വായ്പയുടെ ഇളവ് ചെയ്യാൻ കൊടുത്ത അപേക്ഷകന് 515 രൂപ ഇളവ് നൽകി. സദസ്സിൽ പോകാൻ ഓട്ടോ കൂലി 150, അപേക്ഷകൾ ഫോട്ടോസ്റ്റാറ്റ് 50, ഉച്ചവരെ കാത്തുനിന്നപ്പോൾ ചായ കടി 30, കുപ്പിവെള്ളം 15, ആകെ 245, ലാഭം 260. ആ പൈസയ്ക്ക് ഇനിയും ഒരു ഫ്ലാറ്റും ഒരു കാറും കൂടി വാങ്ങണം. അതേസമയം 1000 രൂപ മുടക്കി നവകേരള സദസ്സിന് പോയാലെന്താ, 515 രൂപ കുറഞ്ഞു കിട്ടിയില്ലേ മച്ചാനെ, അത് പോരെ അളിയ എന്നായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിൻ്റെ പരിഹാസം. യൂത്ത് നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയയിൽ അർമാദിക്കുകയാണ്. അറഞ്ചം പുറഞ്ചം പോസ്റ്റുകളിട്ട് വൈറലാക്കുന്നു. ഞാനെന്ന് ചോദിക്കട്ടെ യൂത്തന്മാരെ, ഈ അപേക്ഷകന് എത്ര രൂപ കുറച്ച് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങളാണെങ്കിൽ ആ അവസരത്തിൽ എത്ര രൂപ കുറച്ച് നൽകും? ഒരു ജില്ലാ തലത്തിലുള്ള ഓഫീസർക്കുള്ള അധികാരവും പരമാവധി കുറയ്ക്കാനുള്ള അനുവാദവും വെച്ചാണ് അദ്ദേഹം അത് ചെയ്തത്. അല്ലാതെ മുഴുവൻ തുകയും കുറച്ച് നിങ്ങൾ ഇനി ഒന്നും അടയ്ക്കേണ്ടെന്നാണോ ആ ഉദ്യോഗസ്ഥൻ പറയേണ്ടത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ അപേക്ഷ ശരവേഗത്തിൽ തീരുമാനമെടുത്ത് നൽകിയ ആ നല്ല മാതൃകയെ വേണ്ടേ അഭിനന്ദിക്കാൻ? തുക എത്രയോ ആകട്ടെ, അത് കൃത്യമായി ബോധ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് 1 രൂപയായാലും കുറച്ചു കൊടുത്തില്ലേ? അദ്ദേഹത്തിൻ്റെ സേവനത്തെ കുറച്ച് കാണാതെ അദ്ദേഹത്തെ പോലും പരിഹസിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. വന്നിച്ചില്ലേലും നിന്ദിക്കരുത്. അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട, പക്ഷേ പരിഹസിക്കരുത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സംസ്ഥാനത്ത് മൊത്തം കിട്ടിയ അപേക്ഷകളിൽ കൂടുതലും ഇതുപോലെയുള്ള സാമ്പത്തിക ആനുകൂല്യ അപേക്ഷകളാണ്. ഇങ്ങനെയുള്ള അപേക്ഷകൾ വാങ്ങാനും അതിന് തീർപ്പ് കൽപ്പിക്കാനും മാത്രമാണോ നവകേരള സദസ്സ് സർക്കാർ നടത്തിയത്? കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യാനാണ്, അല്ലാതെ പരാതി സ്വീകരിക്കാൻ മാത്രമല്ല. അത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബോണസായി അപേക്ഷകൾ വാങ്ങുന്നുവെന്ന് മാത്രം. അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും.